ഹലോ എവരിബഡി. ഞാൻ NCERT CBSE സിലബസിൻ്റെ 8ാം ക്ലാസ് ഹിന്ദി ബുക്കായ വസന്തിൻ്റെ 6th ചാപ്റ്റർ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ് തരികയുണ്ടായി. അതായത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയുണ്ടായി. അതിൻ്റെ എക്സസൈസിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ഭഗവാൻ കെ ഡാക്കിയെ എന്ന ആ ലെസനാണ് 6ാമത്തെ ലെസൺ വസന്ത് എന്ന ബുക്കിലെ. ഭഗവാൻ കെ ഡാക്കിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അർത്ഥം പറഞ്ഞു തന്നല്ലോ, ഭഗവാൻ ദൈവത്തിൻ്റെ പോസ്റ്റ്മാൻ കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. നയേ ശബ്ദ് എന്ന് പറഞ്ഞാൽ പുതിയ വാക്കുകൾ, അതാണ് നയേ ശബ്ദ് എന്ന അർത്ഥം. അതിൽ ഒന്നാമത്തെ ഡാക്കിയ എന്നും പറയും, ഡാക്കിയെ എന്നും പറയും. മനസ്സിലായേ? ഡാക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ, ഡാക്കിയെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മെൻ കേട്ടോ. സിംഗുലറും പ്ലൂറലും വാക്കുകളാണ്. അതിൽ ഡാക്കിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദേശ് ദേനേവാല, സന്ദേശം തരുന്ന ആളെയാണ് ഡാക്കിയ എന്ന് പറയുന്നത്. അത് പോസ്റ്റ്മാൻ ആകാം. പിന്നെ പോസ്റ്റ്മാനാണ് നമ്മൾ ഇവിടെ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പദം, പോസ്റ്റ്മാൻ. രണ്ടാമത്തത് മഹാദേശ് എന്ന് പറയുന്നത് വിശാൽ ദേശ്. മഹാദേശിൻ്റെ നയശബ്ദ് അതിൻ്റെ അർത്ഥമാണ്. മഹാദേശ് എന്നുള്ള വാക്ക് ഈ പദ്യത്തിൽ കവി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമാണ് വിശാൽ ദേശ്. അതൊരു ഞാൻ പറഞ്ഞ ആലങ്കാരികമായ വാക്കാണ്. ഇപ്പോൾ നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിശാല കൊച്ചിയിൽ ഇന്ന്, കൊച്ചി വിശാലമായിട്ടാണോ? അല്ല, അതൊരു ആലങ്കാരിക യൂസേജാണ്. അപ്പോൾ മഹാദേശിൻ്റെ അർത്ഥം വിശാൽ ദേശ്, അതായത് അതിൻ്റെ അർത്ഥം അതാണ്. മഹാദേശ് എന്ന് പറഞ്ഞാൽ വലിയ രാജ്യം, വിശാൽ ദേശ് എന്ന് പറഞ്ഞാൽ അത് വിശാലമായ ദേശം. ബാഞ്ചത്തെ എന്ന് പറഞ്ഞാൽ ബാഞ്ചത്തെ എന്നുള്ള വാക്ക് അതിൽ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥമാണ് പഠിക്കുക. ബാഞ്ചത്തെ എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കുക കേട്ടോ. അടുത്തത് കേവൽ എന്ന് പറഞ്ഞാൽ സിർഫ്. കേവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിർഫ് എലോൺ, നമ്മൾ തനിച്ച് അല്ലെങ്കിൽ മാത്രം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കേവലിൻ്റെ അർത്ഥം സിറഫ് കേട്ടോ. ഇനി അടുത്തത് ആങ്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമാൻ. നമ്മുടെ ഹനുമാനല്ല, അനുമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ് ചെയ്യുന്നു, നമ്മുടെ വിചാരം, നമ്മുടെ കരുതൽ, നമ്മൾ വിചാരിക്കുന്നത്. അനുമാൻ. ആങ്കത്ത് എന്ന് പറഞ്ഞാൽ അനുമാൻ. അടുത്തത് ധർത്തി എന്ന് പറഞ്ഞാൽ പൃഥ്വി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭൂമിനെയാണ് പറയുന്നത്. ധർത്തി എന്നാൽ പൃഥ്വി, ഭൂമി കേട്ടോ. സുഗന്ധ് എന്ന് പറഞ്ഞാൽ ഖുഷ്ബു. സുഗന്ധം എന്ന് പറഞ്ഞാൽ സുഖമുള്ള ഗന്ധം, അതാണ് അതിൻ്റെ അർത്ഥം. സുഖമുള്ള ഗന്ധം എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല്, നല്ല വാസന. നമ്മൾ മണം എന്ന് പറയില്ല, മണം എന്ന് പറയുമ്പോൾ അതിനറിയില്ല. നമ്മൾ എപ്പോഴും സാഹിത്യപരമായിട്ട് പറയുമ്പോൾ സുഗന്ധം, വാസന കേട്ടോ. സുഗന്ധ്, ഖുഷ്ബു, നല്ല വാസനയ്ക്കാണ് ഖുഷ്ബു എന്ന് പറയുന്നത്. സൗരഭിനും ഖുഷ്ബു എന്ന് തന്നെ പറയും. നല്ല വാസനയ്ക്കാണ് സൗരഭ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സൗരഭ്യം എന്ന് പറയുന്നുണ്ട്, സൗരഭ് കേട്ടോ. അത് പാങ്കോ എന്ന് പറഞ്ഞാൽ പങ്ക് എന്നാണ് ഇവിടെ അർത്ഥം. പക്ഷേ ഞാൻ നേരത്തെ മീനിങ് നോക്കിയപ്പോൾ പാങ്കോ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്ന് ഞാൻ പറയുകയുണ്ടായി. അതെനിക്ക് കിട്ടിയ മീനിങ് അങ്ങനെയാണ്. പക്ഷേ ഇതിൽ പറഞ്ഞാൽ പങ്ക് എന്നാണ്. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്, പക്ഷികളുടെ ചിറകിനെയാണ് പങ്ക് എന്ന് പറയുന്നത്. പാങ്കോ എന്ന് പറഞ്ഞാൽ പങ്ക്, ചിറക്, പക്ഷിയുടെ ചിറക്. തീർത്ത എന്ന് പറഞ്ഞാൽ തേർത്ത എന്നാണ് ഇവിടെ അർത്ഥം. തീർത്ത. ഈ കവികൾ അവർ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ ചിലപ്പോൾ വളക്കി ഒടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം തയർത്താനെ തീർത്ത പറയുന്നത്. പിന്നെ തീർത്ത എന്ന് തയർത്ത എന്ന് പറഞ്ഞാൽ നീന്തുക. നീന്തുക ആണ് അതിൻ്റെ അർത്ഥം. തയർത്ത. ബാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദിയിൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, അപ്പൻ എന്നൊക്കെ ബാപ്പ് എന്ന് പറയും. പക്ഷേ ഇവിടെ ബാഷ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം, ബാഷ്പ് കേട്ടോ. ബാഷ്പ് എന്ന് പറഞ്ഞാൽ നീരാവി. ബാപ്പ് എന്ന് പറഞ്ഞാൽ നീരാവി വരുന്നതിന് ബാഷ്പ് എന്ന് പറയും കേട്ടോ. വിലോം ശബ്ദം എന്ന് പറഞ്ഞാൽ വിലോം എന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്പോസിറ്റ് വാക്കാണ് വിലോം ശബ്ദ്. അതിൻ്റെ ദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം, ദേശം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വിദേശ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള രാജ്യം. നമ്മുടെ ദേശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിദേശ്, പുറത്തുള്ള രാജ്യം. ഖുഷ്ബു, നല്ല സുഗന്ധം ആണ് ഖുഷ്ബു. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മോശമായ വാസന, മണം എന്ന് പറയില്ല, ബദ്ബു. നമ്മൾ വേസ്റ്റിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ബദ്ബു വരില്ലേ, മോശമായ വാസന, അതാണ് ബദ്ബു. പിന്നെ അടുത്തത് പര്യായവാച്ചി എന്ന് പറഞ്ഞാൽ സമാന്തരമായ അർത്ഥമുള്ള വാക്കുകൾ, അതാണ് പര്യായവാച്ചി ശബ്ദത്തിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ പക്ഷിക്ക് നമ്മൾ പറയുന്നത് കിളി എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, പല വാക്കുകളുണ്ട്. അതിൽ ഹിന്ദിയിൽ പറയുന്ന ഈ മൂന്ന് അർത്ഥങ്ങൾ പഠിക്കുക. പക്ഷിയുടെ പര്യായവാച്ചി സമാന്തര അർത്ഥമുള്ള വാക്കുകളാണ് കഗ്, കായ്ക്കയുടെ കഗ്. ചിടിയ എന്ന് പറഞ്ഞാൽ അതും മറ്റൊരു വാക്ക്. വിഹങ്ക് അതൊരു വാക്ക്. പിന്നെ അടുത്തത് പേടിൻ്റെ പര്യായവാച്യം എന്താണ്? തരു. വൃക്ഷ വീട്ടപ്പ് കേട്ടോ. പേടെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ
സമാന്തരമായ അർത്ഥമുള്ള ഹിന്ദി വാക്കുകളാണ് തരു, വൃക്ഷ, വിട്ടപ്പ്. അടുത്തത് ഖുഷ്ബു. ഖുഷ്ബു എന്ന് പറഞ്ഞാൽ സുഗന്ധം, സുഖമുള്ള വാസന, സുഗന്ധം. അതിൻ്റെ പര്യായവാചി ശബ്ദമാണ് സുഗന്ധ്. സൗരഭ്, മെഹക്ക്. മനസ്സിലായി? ഇത് 3 അക്ഷരങ്ങളും 3 വാക്കുകളും ഒരേ അർത്ഥമാണ് ഖുഷ്ബുവിന് തരുന്നത്. അതാണ് പര്യായവാചി ശബ്ദം എന്ന് പറഞ്ഞാൽ. ഒരു വാക്കിന് സമാന്തര അർത്ഥമുള്ള 3 വാക്കുകൾ അല്ലെങ്കിൽ പല വാക്കുകളുണ്ടാകും. അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പര്യായവാചി ശബ്ദം. പിന്നെ അടുത്തത് ഏക് ശബ്ദ്, ഒരു വാക്ക് വരുന്നത്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ഒരു വാക്യം പറഞ്ഞിട്ട് അത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും നമുക്ക് ചില കാര്യങ്ങൾ, ചില പങ്ക്തികൾ. അതിനെ ഇതിൽ പറഞ്ഞ ഡാക്ക് ദേനെ വാല വ്യക്തി, അതായത് നമുക്ക് പോസ്റ്റ് തരുന്ന ആൾ, വ്യക്തി, പോസ്റ്റ് അല്ലെങ്കിൽ കത്ത്, എഴുത്ത് കൊണ്ടുവന്ന് തരുന്ന ആൾ, അതൊരു വാക്യമാണ്. അതിൻ്റെ ഒറ്റ അർത്ഥ വാക്യമാണ് ഡാക്കിയ, പോസ്റ്റ്മാൻ. മനസ്സിലായി? അപ്പോൾ നമ്മളെ ഈ ലെസണിൽ വരുന്ന പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മുഖ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അടുത്ത പ്രശ്ന അഭ്യാസ്, ക്വസ്റ്റ്യൻ ആൻസറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കവിനെ പക്ഷി ഔർ ബാദൽ को भगवान के डाकिए क्यों बताया है, स्पष्ट कीजिए. കവി ഈ പദ്യത്തിൽ, ഈ പോയത്തിൽ കവി പക്ഷിയെയും മേഘങ്ങളെയും ദൈവത്തിൻ്റെ പോസ്റ്റ്മാൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു? അതാണ് സ്പഷ്ട് കീജിയെ, വ്യക്തമാക്കുക. അപ്പോൾ ഉത്തരം പറയുന്നത് കവിനെ പക്ഷി ഔർ ബാദൽ കോ, കവി പക്ഷിയെയും മേഘങ്ങളെയും, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘങ്ങളെയും, ഭഗവാൻ കെ ഡാക്കിയെ ഇസ്ലിയെ മാന ഹെ, ഭഗവാന്റെ ദൈവത്തിൻ്റെ ഡാക്കിയെ പോസ്റ്റ്മാൻ എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്യോങ്കി യെ പ്രേമ സദ്ഭാവ് ഔർ ഏകത. പ്രേം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹം, സദ്ഭാവ് എന്ന് പറഞ്ഞാൽ പരസ്പരം നല്ല അർത്ഥത്തോടുള്ള സ്നേഹം കേട്ടോ, സദ്ഭാവ്, നല്ല ഭാവം, അതാണ് സദ്ഭാവ്. ഔർ ഏകത, നമ്മുടെ ഐക്യം, നമ്മൾ ഒരുമിച്ച് കൂടുക. ക്യോങ്കി പ്രേം സദ്ഭാവ് ഔർ ഏകത का संदेश एक देश से दूसरे देश को भेजते हैं. അപ്പോൾ ഇതിൻ്റെ ആൻസറിൻ്റെ അർത്ഥം എന്താണ്? കവിനെ പക്ഷി ഔർ ബാദൽ കോ ഭഗവാൻ കെ ഡാക്കെ ഇസ്ലിയെ മാനാ ഹേ ക്യോങ്കി ഈ പക്ഷികളും പിന്നെ മേഘങ്ങളും ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിൽ നിന്ന്, അവർക്ക് രാജ്യം അതിരൊന്നുമില്ല, അവരെല്ലായിടത്തും ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പ്രേമത്തിൻ്റെയും സദ്ഭാവിൻ്റെയും നല്ല ചിന്തയുടെയും ഏകത, ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശവാഹകരാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പിന്നെ പോസ്റ്റ്മാനായിട്ട് പക്ഷിയെയും മേഘങ്ങളെയും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് പ്രശ്ന 2. പക്ഷി ഔർ ബാദൽ ദ്വാര लाई गई चिट्ठियों को कौन कौन पढ़ पाते हैं सोच कर लिखिए. മനസ്സിലായി? ഇതിൽ നമ്മൾ ഒരു ലെറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മനുഷ്യന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ അത് തുറന്ന് വായിക്കാനൊക്കെ. പക്ഷേ ഇതിൽ കവിയുടെ സങ്കല്പം അനുസരിച്ച് ദൈവത്തിൻ്റെ പിന്നെ സന്ദേശവാഹകരായ പക്ഷികളും മേഘങ്ങളും കൊണ്ടുവന്നിട്ട് കത്ത് കൊടുക്കുന്ന ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത്? പേട് പൗതെ, മരങ്ങൾ, ചെടികൾ, പൗതെ ചെടി, പാനി വെള്ളം, ഔർ പഹാഡ് മലകൾ, ഈ പടുപ്പാത്തെ. മനസ്സിലായി? അപ്പോൾ പക്ഷിയും മേഘങ്ങളും ചിട്ടിയ കൊണ്ടുവന്നിട്ട്, കത്തുകൾ കൊണ്ടുവന്ന്, എഴുത്ത് കൊണ്ടുവന്നിട്ട് മരത്തിൻ്റെയും ചെടികളുടെയും വെള്ളത്തിൻ്റെയും മലകളുടെയും കയ്യിൽ കൊടുക്കും. അവരത് ഉച്ചത്തിൽ വായിക്കുമെന്നാണ് പറയുന്നത്. വൗൻകി ഭാഷാക്കോ സമജ് പാത്തേ, അവർക്ക് അവരവരുടെ ഭാഷകൾ അങ്ങോട്ടും മനസ്സിലാവും എന്നാണ് ഇതിൽ കവി പറയുന്നത്. അപ്പോൾ പക്ഷി ഔർ ബാദൽ ദ്വാര ലായകി ചിട്ടിയോം കോ കോൻ പഠ് പാത്തേ സോച്ച് കർ ലിഖി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് നോക്കിയിട്ട് മനസ്സിലാക്കി എഴുതുക. 3ാമത്തെ ക്വസ്റ്റ്യൻ. കിൻ പങ്ക്തിയോം കാ ഭാവ് ഹേ പക്ഷി ഔർ ബാദൽ प्रेम सद्भाव और एकता का संदेश एक देश से दूसरे देश को भेजते हैं. മനസ്സിലായി? ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കുന്നത് ഏതൊക്കെ ലൈനുകളുടെ അർത്ഥം നിങ്ങൾ പറയുക. പക്ഷി ഔർ ബാദൽ പ്രേം സദ്ഭാവ് ഔർ ഏകത കാ സന്ദേശ്, അതായത് പക്ഷികളും മേഘങ്ങളും സ്നേഹത്തിൻ്റെയും സദ്ഭാവനയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അയക്കുന്നു. മനസ്സിലായോ? അത് നിങ്ങൾ വിശദീകരിക്കണം. 2ാമത്തത് പ്രകൃതി ദേശമേ ഭേദഭാവ് നഹി കർത്തി. പ്രകൃതിക്ക് ഒരു ദേശത്തോടോ ഒരു പിന്നെ രാജ്യത്തോടോ ഒന്നും പ്രത്യേകം വ്യത്യാസമൊന്നുമില്ല. ഏക് ദേശ് സേ ഉട്ടാ ബാദൽ ദൂസരെ ദേശമേ ബർസ് ജാത്തെ ഹെ. ഒരു ദേശത്തിൽ ഉണ്ടാകുന്ന മേഘം ചിലപ്പോൾ മഴ പെയ്യുന്നത് മറ്റൊരു ദേശത്തായിരിക്കും. അതിന് അതിരില്ല, ശത്രുതയില്ല, ഒന്നുമില്ല.
അതുപോലെ അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി വിശദമാക്കാൻ പറയുന്നുണ്ട്. അതിൽ കായുടെ ആദ്യത്തെ അക്ഷരം പക്ഷി और बादल प्रेम सद्भाव और एकता का संदेश एक देश से दूसरे देश को भेजते हैं. അതിൻ്റെ ഉത്തരമാണ് കായുടെ പക്ഷി और बादल പക്ഷിയും മേഘങ്ങളും ये भगवान के डाकिये है അവർ ദൈവത്തിൻ്റെ പോസ്റ്റ്മാനാണ്. जो एक महादेश से അവർ ഒരു മഹാദേശത്തിൽ നിന്നും ഒരു ദേശത്തിൽ നിന്നും दूसरे महादेश को जाते हैं മറ്റൊരു ദേശത്തിലേക്ക് പോകുന്നു. हम तो समझ नहीं पाते हैं मगर उनकी लाई चिट्टियाँ पेड़ पौधे पानी और पहाड़ बांधते हैं. നമുക്ക് അത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പക്ഷികളും മേഘങ്ങളും കൊണ്ടുവന്ന കത്തുകൾ വായിക്കുന്നത് ആരൊക്കെയാണ്? പേട് പൗധെ പാനി और പഹാഡ്, മരങ്ങളും ചെടികളും വെള്ളവും മലകളും ആണ് അവർ ഒച്ചത്തിൽ വായിക്കുന്നവരാണ്. ബാഞ്ചത്തെ എന്നുള്ള റീഡ് എല്ലാം അവിടെ നിന്നാണ് അതിൻ്റെ മീനിങ് പറയുന്നത്. ഒച്ചത്തിൽ വായിക്കുന്നവരുന്നത് കേട്ടോ. രണ്ടാമത്തത് പ്രകൃതി ദേശ് ദേശ് മേ ഭേദ്ഭാവ് നഹി കർത്തി. പ്രകൃതിക്ക് രാജ്യത്തോടോ പിന്നെ അതിരുകളോടോ മറ്റുള്ള ദേശങ്ങളോടോ ഒന്നും ഭേദഭാവമില്ല, വ്യത്യാസമില്ല. ഏക് ദേശ് സേ ഉട്ടാ ബാദൽ ദൂസരെ ദേശ് മേ ബർസാത്തെ. ഒരു രാജ്യത്ത് ഉണ്ടായ മേഘങ്ങൾ ബാഷ്പത്തിലുണ്ടായ മേഘങ്ങൾ മറ്റു രാജ്യത്ത് പോയാണ് മഴയായിട്ട് പെയ്യുന്നത്. മനസ്സിലായോ? അവർക്കങ്ങനെ ഭേദഭാവമില്ല. ഭേദഭാവം എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ല എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് പറയുന്നത് കായ്ക്കട കായൽ. ഒരു ഓർ ഏക് ദേശ് കാ ബാപ്പ്, ഒരു രാജ്യത്തിൻ്റെ ബാഷ്പം അതായത് നീരാവി. ദൂസരെ ദേശ് മേ പാനി ബൻകർ ഗിർത്താ ഹെ, മറ്റൊരു ദേശത്ത് പോയിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. പക്ഷി और बादल की चिट्टियों में पेड़ पौधे पानी और पहाड़ क्यों पड़ पाते हैं. അതായത് പക്ഷികളും മേഘങ്ങളും പിന്നെ കൊണ്ടുവരുന്ന ചിട്ടികൾ അതായത് കത്തുകൾ എഴുത്തുകൾ, പേട് പൗധെ മരങ്ങൾ ചെടികൾ, പാനി और പഹാഡ് പിന്നെ വെള്ളവും മലകളും, ക്യോം പട് പാത്തേ ഹേ ക്യാ പട് പാത്ത ഹേ എന്താണ് അവർ വായിക്കുന്നത് എന്ന് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. उत्तरम भगवान पूरे विश्व को एक मानकर अपना प्रेम सभी में बराबर बांटते हैं. ദൈവം എല്ലാ സകല സൃഷ്ടികളെയും അല്ലെങ്കിൽ ഭൂമി മുഴുവനെയും ഒന്നായിട്ട് കാണുന്നു. അവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഈക്വലായിട്ടാണ് അവർ സ്നേഹം കൊടുക്കുന്നത്, പ്രേം കൊടുക്കുന്നത്. इसलिए पक्षी और बादल की चिट्ठी पेड़ पौधे और पहाड़ भगवान के भेजे एकता और सद्भावना के संदेश को पढ़ पाते हैं. അതുകൊണ്ടിട്ട് പക്ഷികളും മേഘങ്ങളും പിന്നെ കൊണ്ടുവരുന്ന ദൈവം അയച്ചിരിക്കുന്ന കത്തുകൾ പിന്നെ മരങ്ങൾക്കും ചെടികൾക്കും വെള്ളത്തിനും മലകൾക്കും ഭഗവാൻ കെ ബേജെ ഏകത ദൈവത്താൽ അയച്ച ഐക്യത്തിൻ്റെ ഐക്യം യൂണിറ്റി അവർ സദ്ഭാവന നല്ല ചിന്തകൾ. സദ്ഭാവന എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹം, അതാണ് കി സന്ദേശ് കോ പഠിപ്പാത്തേ. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദേശത്തിനെ വായിക്കാൻ പറ്റുന്നു. അതാണ് ഇതിൻ്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യൻ 5. ഏക് ദേശ് കി ധർത്തി ദൂസരെ ദേശ് കോ സുഗന്ധ് ബേസ്തി ഹെ. ഒരു രാജ്യത്തിൻ്റെ ഭൂമി മറ്റൊരു രാജ്യത്തിന് സുഗന്ധം പരത്തുന്നു. കഥൻ കാ ഭാവ് സ്പഷ്ട കീജിയെ. കഥൻ കാ ഭാവ് സ്പഷ്ട കീജിയെ എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ ഭാവം അർത്ഥം ക്ലിയറാക്കുക, വ്യക്തമാക്കുക എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരം ഏക് ദേശ് കി ധർത്തി ദൂസരെ ദേശ് കോ സുഗന്ധ് ബേസ്തി ഹെ. ഒരു രാജ്യത്തിൻ്റെ ഭൂമി അതായത് പ്രതലം ഭൂമി മറ്റൊരു രാജ്യത്തിന് സുഗന്ധ് ബേസ്തി ഹെ സുഗന്ധം പരത്തുന്നു. സെ കവി കാ ഭാവ് യഹി ഹെ. കവി എന്ത് വിചാരിക്കുന്നു, എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ कि एक देश की धरती दूसरे देश को प्यार और സൗഹാർദ്ദ ബേസ്തി ഹെ. അതായത് ഒരു രാജ്യത്തിൻ്റെ ആളുകളും ജനങ്ങളും അതിനെ ഉദ്ദേശിക്കുന്നത് ഭൂമിയും മറ്റൊരു രാജ്യത്തിന് ദേശ് കോ പ്യാർ और സൗഹാർദ്ദം എന്ന് പറയല്ലേ, സൗഹൃദം എന്ന് പറയില്ലേ മലയാളത്തിൽ, സൗഹൃദം കൂട്ടുകാർ. ദൂസരെ ദേശ് കോ പ്യാർ और സ്നേഹവും സൗഹാർദ്ദവും ഫ്രണ്ട്ഷിപ്പും അയക്കുന്നു. യഹാം സുഗന്ധ് ഭായിച്ചാരെ കാ പ്രതീക് ഹെ. ഇവിടെ സുഗന്ധം എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധം, നല്ല വാസന. ഭായിച്ചാര എന്ന് പറഞ്ഞാൽ ഐക്യം, നമ്മുടെ യൂണിറ്റി. ഭായിച്ചാരയുടെ അർത്ഥമാണ് യൂണിറ്റി, ഐക്യത്തിൻ്റെ പ്രതീകമാണ്. അവർ ഗന്ധ് പ്യാർക്ക. ഗന്ധം പറയുന്നത് നമ്മുടെ വാസന എന്ന് പറയുന്നത് നല്ല വാസന എന്ന് പറഞ്ഞാൽ പ്യാർക്ക അതായത് സ്നേഹത്തിൻ്റെയാണ്. അടുത്ത് വരുന്നത് ഭാഷാ കി ബാത്ത്. ഭാഷാ കി ബാത്തിൽ അനുപ്രാസ് അലങ്കാരമാണ് വരുന്നത്. അനുപ്രാസ് അലങ്കാർ
कविता में जब किसी एक वर्ण की आवृत्ति एक से अधिक बार होती है तो उसे अनुप्रास अलंकार कहते हैं. അതായത് കവിതയിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു അലങ്കാരം ഉപയോഗിക്കപ്പെട്ടാൽ അതിനെ അനുപ്രാസ് എന്ന് പറയുന്നു. അനുപ്രാസ് അലങ്കാർ. അപ്പോൾ വാട്ട് ഈസ് അനുപ്രാസ് അലങ്കാർ എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗ്രാമറിൽ ഇത് പറയാം. ജബ് ഏക് സെ അധിക് ബാർ കിസി ഏക് വർണ്ണ കി ആവൃത്തി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് റിപ്പറ്റേഷൻ ആണെന്ന് തോന്നുന്നു. ആവർത്തിക്കണം എന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ. ആവർത്തിക്കണം, ഈ മേലെ ആവർത്തിക്കണം എന്ന് പറയില്ലേ, അതാണ് കൃഷി ഏക് വർണ്ണ കാ ആവൃത്തി ഏക് സെ അധിക് ബാർ, ഒന്നിലധികം പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് അനുപ്രാസ് അലങ്കാർ എന്ന് പറയുന്നു. ഉദാഹരണം പേട് പൗദേ പാനി ഓർ പഹാഡ് ബാഞ്ച്തേ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേട് പൗദേ അതായത് മരങ്ങൾ, ചെടികൾ, വെള്ളം, മലകൾ. ബാഞ്ച്തേ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ അർത്ഥം പറഞ്ഞത്? ബാഞ്ച്തേ ഹേ, ബാഞ്ച്തയുടെ അർത്ഥം പിന്നെ റീഡ് അലൗഡ്, ഒച്ചത്തിൽ വായിക്കുമെന്നാണ് ഇതിൽ നമ്മുടെ പദ്യത്തിൽ പറയുന്നത്. ബാഞ്ച്തേ ഹേ. കങ്കൺ, കിക്കിൻ, നുപുർ, ധുനി, സുനി. മനസ്സിലായി? ഇത് അടുത്ത വാക്യം ഇതാണ്. കങ്കൺ, കിക്കിന്, നുപുർ, ധുനി, സുനി. चारू चंद्र की चंचल किरण खेल रही थी जलतल में. चारू चंद्र की चंचल किरण खेल रही थी जलतल में. ഇത് ഇതിൽ ഈ എക്സാമ്പിളുകളെല്ലാം ആവർത്തി വരുന്നെന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുന്നു. ഒരു വർണ്ണം ആവർത്തിക്കപ്പെടുന്നു കേട്ടോ. അനുപ്രാസ് അലങ്കാരം എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളും എക്സസൈസുകളും പിന്നെ കേൾക്കുക, എഴുതി പഠിക്കുക. ഹിന്ദി ആദ്യം മുതൽ തന്നെ ഗ്രാമറോടുകൂടി പഠിക്കുന്നതാണ് നല്ലത്. പിന്നീട് മുകളിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ പിന്നെ എഴുതിയും പഠിക്കുക. ഹിന്ദി പ്രത്യേകിച്ച് എഴുതി പഠിക്കണം. ഒത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എക്സാംസൊക്കെ വരും, നന്നായിട്ട് എഴുതുക. ഇനിയും ഞാൻ അടുത്ത ചാപ്റ്ററായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.